ഒരു സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ വാങ്ങണ സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊരു സിംഗിൾ ഡോർ ആണ്, ഇത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. മാനുവലായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊരു സിംഗിൾ ഡോർ വാങ്ങാനായിട്ട്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട്. നിങ്ങൾക്കിത് പറ്റൂല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ ഡോർ വാങ്ങരുത്. സിംഗിൾ ഡോർ എന്ന് പറയുമ്പോൾ ഈ ഒരു മെയിൻ ഡോറ് ഒന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഒരു ഡബിൾ ഡോറിനെ അപേക്ഷിച്ച് സിംഗിൾ ഡോറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വില കുറവായിരിക്കും. ഒരു ഡബിൾ ഡോറിനെ അപേക്ഷിച്ച് സിംഗിൾ ഡോറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്പേസ് കുറവായിരിക്കും. ഒരു ഡബിൾ ഡോറിനെ അപേക്ഷിച്ച് ഒരു സിംഗിൾ ഡോറിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്രീസറിൻ്റെ സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറവായിരിക്കും. ഒരു ഡബിൾ ഡോറിനെ അപേക്ഷിച്ച് സിംഗിൾ ഡോറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ കുറവായിരിക്കും. കറണ്ട് കൺസപ്ഷൻ കുറവെന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചെറിയ വ്യത്യാസം, കാരണം വലിപ്പ വ്യത്യാസമില്ലേ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ഡബിൾ ഡോറിനെ അപേക്ഷിച്ച് സിംഗിൾ ഡോറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ മെയിൻറ്റെയിൻ കോസ്റ്റ് അത് കുറവായിരിക്കും. സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ നമുക്ക് ഈ കാണുന്ന ഫ്രീസറിൽ മാത്രമേ കൂളിംഗ് ഉണ്ടാകുള്ളൂ. ഈ കാണുന്ന ഈ ഒരു ഫ്രീസറിൽ മാത്രമേ കൂളിംഗ് ഉണ്ടാകുള്ളൂ. അതിൻ്റെ ബാക്കിയാണ് താഴേക്ക് ഇറങ്ങണത്. ഇവിടെയൊക്കെ നമുക്ക് വലിയ ഹോള് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഹോള് വഴിയൊക്കെയാണ് ഇതിൻ്റെ ബാക്കി കൂളിംഗ്, ഫ്രീസറിൽ ഉണ്ടാവുന്ന കൂളിങ്ങിൻ്റെ ബാക്കി താഴേക്ക് ഇറങ്ങണത്. അല്ലാതെ നമുക്കിതിൻ്റെ താഴെ നോക്കിയാൽ വേറെ ഹോളുകളൊന്നും നമുക്കിതിൽ കാണാനായിട്ട്, ഡെറ്റുകളൊന്നും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ സിംഗിൾ ഡോർ നോക്കിയാൽ മതി, താഴത്ത് ഒരു ഹോള് പോലും കാണാൻ പറ്റില്ല. അതിനുള്ള കാരണം ഫ്രീസറിൽ മാത്രമേ കൂളിംഗ് ഉണ്ടാകുള്ളൂ, അതിൻ്റെ ബാക്കിയാണ് താഴേക്ക് ഇറങ്ങണത്. നമുക്ക് ഈ ഒരു ഫ്രീസർ നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്കിങ്ങനെ ഞരമ്പ് പോലെ ഇവിടെ പോയേക്കണത് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഇത്തരത്തിൽ ഞരമ്പ് പോലെ പോയേക്കണത് കാണാനായിട്ട് സാധിക്കും. ഇതിലൂടെ ഗ്യാസ് മൂവ് ആവുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും മോനയുള്ള എന്തെങ്കിലും വെച്ച് ഇതിലിട്ട് കുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ് പുറത്തോട്ട് പോകും. പിന്നെ ഫ്രീസറിൽ ഐസ് കട്ട പിടിക്കില്ല, കാരണം ഇതിലുള്ള ഗ്യാസ് പുറത്തോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഇതിൽ ഐസ് കട്ട പിടിക്കില്ല. ഇത്തരത്തിൽ ഈ ഒരു ഫ്രീസർ മാത്രമായിട്ട് കൂളായിട്ട് ബാക്കി താഴേക്ക് ഇറങ്ങണത് കൊണ്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്രീസർ മാത്രമാണ് ഇതിൽ കൂളാവണത് സിംഗിൾ ഡോറിൽ. അതുകൊണ്ടാണ് സിംഗിൾ ഡോറിന് ഡയറക്റ്റ് കൂളിംഗ് എന്ന് പറയണത്. ഡയറക്റ്റ് കൂളിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രീസറിൽ ഐസ് ഫോം ആകും. ഇതിൻ്റെ സൈഡിലും മേളിലൊക്കെ ആയിട്ട് ഐസ് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം അതിലേക്ക് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രീസറും പാത്രവും തമ്മിൽ അത് ഐസാവും, എന്ന് വെച്ചാൽ കട്ട പിടിക്കും. അപ്പോൾ നമുക്ക് എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഇനി നമുക്ക് ഈ ഒരു ഫ്രീസറിൽ കട്ട പിടിക്കുന്ന ഈ ഐസ് നമുക്ക് മെൽറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു തെർമോസ്റ്റാറ്റിൻ്റെ സെൻറ്ററിലായിട്ടൊരു സ്വിച്ച് വരുന്നുണ്ട്. ഈ ഒരു സ്വിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മെൽറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. കമ്പനി പറയണത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ രീതിയിൽ അത് മെൽറ്റ് ചെയ്യണം എന്നാണ്. അത് ഒത്തിരി ഐസ് കട്ട പിടിക്കുമ്പോൾ അത് നടക്കണം എന്നില്ല. ചെറുതായിട്ടൊക്കെ ഐസ് കട്ട പിടിച്ചിരിക്കുമ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മളത് പ്രസ് ചെയ്ത് അത് മെൽറ്റ് ചെയ്ത് കളയണം എന്നാണ്. ഇനി നമ്മളങ്ങനെ ചെയ്യണില്ല എന്ന് വിചാരിക്കുക, എന്ന് വെച്ചാൽ നല്ലോണം ഐസ് ഫോം ആയിരിക്കുകയാണ്, ഫ്രീസറിൻ്റെ ചുറ്റും നല്ല രീതിയിൽ ഐസ് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പ്രസ് ചെയ്താലും അതങ്ങനെ പെട്ടെന്ന് പോകണം എന്നില്ല. അങ്ങനെ കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫ്രിഡ്ജ് അങ്ങോട്ട് ഓഫ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഐസ് മെൽറ്റായി പോയിക്കോളും. ഈ മെൽറ്റായി പോണ ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഈ വെള്ളമൊക്കെ ഈ ഒരു ട്രേയിലും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലൊരു ട്രേ വരുന്നുണ്ട്. ബാക്കിൽ വരുന്ന ഈ ഒരു ട്രേയിലും ആ വെള്ളമൊക്കെ അങ്ങോട്ട് നിറയും. അപ്പോൾ ഈ വെള്ളം നമ്മൾ എടുത്ത് മാറ്റണം. ഒരു സിംഗിൾ ഡോറിനെ അപേക്ഷിച്ച് എനിക്ക് ഏറ്റവും പ്രയാസം എന്ന് തോന്നിയേക്കണ കാര്യം ഈ ഒരു ട്രേയിലെ വെള്ളം എടുത്ത് മാറ്റണതും അതുപോലെ തന്നെ ആ ഫ്രീസറിൽ ഐസ് കട്ടയാവൂലേ, അതൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കണത്. ഈ ഒരു ട്രേയിൽ വെള്ളം നിറയുമ്പോൾ ഞാനത് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞില്ലേ, ഈ ട്രേയിലെ വെള്ളം. അപ്പോൾ ഇത് എടുത്ത് മാറ്റാൻ നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല, കാരണം ഇതിവിടെ സ്ക്രൂ വരുന്നുണ്ട്. ഇത് ഊരി നമ്മളെടുത്ത് കൊണ്ടുപോയി കളയുക, വീണ്ടും സെറ്റ് ചെയ്യുക, ആഴ്ചയിൽ 2 പ്രാവശ്യം ഇതൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കണ കാര്യമല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് പിഴിഞ്ഞ് കളയേ, അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് ഇതിൽ മുക്കിയിട്ട് ആ വെള്ളം കളയേ, ആ രീതിയിൽ അത് ചെയ്യണതായിരിക്കും നല്ലത്. എപ്പോഴും ഇത് ഊരി ക്ലീനാക്കി ഇതിൽ വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല. പിന്നെ ഇതിൻ്റെ ബാക്കിൽ സിംഗിൾ ഡോറിൻ്റെ ഒട്ടുമിക്ക കമ്പനികളുടെയും ഇത്തരത്തിൽ ഇതിൻ്റെ ബാക്കിൽ കണ്ടൻസർ കോയിൽ കാണാനായിട്ട് സാധിക്കും.
ഈ ഒരു കണ്ടൻസ്ഡ് ഓയിൽ ഉള്ളിൽ വന്ന കമ്പനികളും ഉണ്ട് കേട്ടോ. അപ്പോൾ സാംസങ്ങിൻ്റെ ചില പാനസോണിക് മോഡൽസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഉള്ളിൽ വന്നതുകൊണ്ട് കുഴപ്പമില്ല, അതുപോലെ പുറത്ത് വന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. സിംഗിൾ ഡോർ ഒട്ടുമിക്ക കമ്പനികളുടെയും ഈ രീതിയിൽ പുറത്തായിരിക്കും വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞതാണ്. സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ, ഇഷ്യൂ എന്ന് പറയാനായിട്ട് സിംഗിൾ ഡോർ പൊതുവേ നമുക്ക് മെയിൻറ്റെയിൻ കോസ്റ്റ് കുറവാണ്. നമ്മൾ ചെയ്യണ പ്രശ്നങ്ങളാണ് ശരിക്കും. ഈ ഒരു ഡോറ് ഒത്തിരി ഐസ്, ഞാൻ പറഞ്ഞില്ലേ ഡയറക്റ്റ് കൂളിംഗ് ആണ്, ഫ്രീസറിൽ മൊത്തം ഐസ് കട്ട പിടിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരൊറ്റ വലിയൊക്കെ വലിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പയ്യെ വേണം ഇത് ഓപ്പൺ ആക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് അടക്കണ സമയത്ത് നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ഐസ് കിടപ്പുണ്ടോ എന്ന് നോക്കണം. എന്ന് വെച്ചാൽ ഈ മേളിലൊക്കെ പറ്റി പിടിച്ചിട്ട് ഐസൊക്കെ ഇവിടെ ഒന്ന് വീണ് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ അതേപാടി ഒരൊറ്റ അടക്കിലടയ്ക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ ഡോറ് പൊട്ടിപ്പോണതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഐസ് ഫോം ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കത്തി എന്തെങ്കിലും വെച്ച് കുത്തി ആ ഐസ് എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ മുന്നേ പറഞ്ഞു കൂട്ട് ഇത് ആ ഞരമ്പുകളാണ്, ആ ഒരു രീതിയിലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ട്. ഇത് കുത്തണ സമയത്ത് ഹോള് വീഴുകയാണെങ്കിൽ ആ ഗ്യാസൊക്കെ പുറത്തോട്ട് പോകും, പിന്നെ ഇത് കൂളാകൂല. ഞാനിത് ഒരു നെഗറ്റീവായിട്ട് പറയണതല്ല, നിങ്ങളാരും എടുക്കണ്ട സിംഗിൾ ഡോർ ആ രീതിയിലും അല്ല ഞാൻ പറയണത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയണത്. ഇതിങ്ങനെയാണ്, ഇതൊരു സിംഗിൾ ഡോറാണ്, ഇതിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണ്, ഇത് ഈ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് അങ്ങനെ പറഞ്ഞിട്ടാണ് കമ്പനി ഈ മോഡലൊക്കെ ഇറക്കണത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. നമുക്ക് ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു വിട്ട് ചെറിയൊരു ഫ്രിഡ്ജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, താൽക്കാലികമായിട്ട് ഉപയോഗിക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ഡോറാണ് നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങൾ അധികം വലിയ ഫ്രിഡ്ജുകളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ ഡോർ വാങ്ങിയാൽ മതി. മെയിൻറ്റെയിൻ കോസ്റ്റ് കുറവ് നോക്കണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ ഡോർ വാങ്ങിയാൽ മതി. അതുപോലെ തന്നെ കറണ്ട് കൺസപ്ഷൻ കുറച്ചുകൂടി കുറവ് നോക്കണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിയാൽ മതി. അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്, അതിൻ്റെതായ പറയത്തക്ക രീതിയിലുള്ള ദോഷങ്ങളും ഉണ്ട്. ദോഷം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് സിംഗിൾ ഡോറാണ്, ഇതിങ്ങനെയാണ്.